കോട്ടയത്തെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പരാജയത്തിന് പിന്നാലെ കടന്നാക്രമിച്ച് ജോസഫ് വിഭാഗവും കോൺഗ്രസ് മാണി വിഭാഗവും CPMകാരും UDFന് വോട്ട് ചെയ്തുവെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. എറണാകുളത്ത് LDFനുണ്ടായ കനത്ത തോൽവിയിൽ ജില്ലയിലെ മുതിർന്ന CPM നേതാക്കൾക്കെതിരെ വീണ്ടും നടപടികൾക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ തോൽവിയിൽ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, ഇപ്പോൾ ആദ്യമായി പറയേണ്ടത് ഈ പാലായും കൈവിട്ട മാണി വിഭാഗം കേരള കോൺഗ്രസിനെ ജോസഫ് വിഭാഗവും കോൺഗ്രസും കടന്നാക്രമിക്കുന്ന നിരവധി ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, എങ്ങനെ നോക്കി കാണണം? ലക്ഷ്മി, ഏറെ കാലത്തിന് ശേഷം കേരള കോൺഗ്രസുകാർ നേർക്കുനേർ പോരാട്ടം നടത്തിയ ഒരു മത്സരം തന്നെയായിരുന്നു കോട്ടയത്ത് നടന്നത്. അവിടെയാണ് വലിയ ഒരു തോൽവി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഉണ്ടായത്. മാണി വിഭാഗത്തിന്റെ ഉറച്ച കോട്ടയെന്ന് അവകാശപ്പെടുന്ന നിരവധി ശക്തി കേന്ദ്രങ്ങളുണ്ട് എന്ന് മാണി വിഭാഗം അവകാശപ്പെടുന്ന അല്ലാത്ത പല ഘട്ടങ്ങളിലും അത് തെളിയിച്ചിട്ടുള്ള പാലായും കടത്തുരുത്തിയും അടക്കമുള്ള സ്ഥലങ്ങൾ UDFനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ തോതിലുള്ള ഒരു പരാജയം തോമസ് ചാഴിക്കാടന് നേരിടേണ്ടി വന്നു. സ്വാഭാവികമായും ആ ഒരു പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ പ്രതിരോധത്തിൽ നിൽക്കുകയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗവും ജോസ് കെ മാണിയും എല്ലാം. ഈ ഒരു ഘട്ടത്തിലാണ് ജോസഫ് വിഭാഗവും ഒപ്പം തന്നെ കോൺഗ്രസും എല്ലാം തന്നെ അവിടെ ആഞ്ഞടിക്കുന്ന അല്ലെങ്കിൽ എതിരാളികൾക്കെതിരെ ശക്തമായ വാക്പോരുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു വലിയ തോൽവിയിൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെ മുന്നോട്ട് എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സാഹചര്യമാണ്. കാരണം ഉണ്ടായിരുന്ന ഒരു ലോക്സഭാ സീറ്റ് നഷ്ടമായിരിക്കുന്നു. മാത്രമല്ല ജൂലൈയോടുകൂടി ജോസ് കെ മാണിയുടെ രാജ്യസഭാ സീറ്റിന്റെ കാലാവധി കൂടി അവസാനിക്കുകയാണ്. അങ്ങനെ ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടായിരുന്ന പ്രാതിനിധ്യം പൂർണ്ണമായും തന്നെ ഇല്ലാതാകും. അവിടെ LDF വീണ്ടും അവഗണിക്കുകയാണെങ്കിൽ രാജ്യസഭാ സീറ്റിലടക്കം വീണ്ടും അവഗണിക്കുകയായിരുന്നെങ്കിൽ ശക്തമായി ആ ഒരു സീറ്റിനായി അവകാശവാദം പോലും ഉന്നയിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ജോസ് കെ മാണി ചുരുങ്ങുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് വലിയ ഒരു വിമർശനം ഈ ഒരു തോൽവിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളും ഒപ്പം തന്നെ ജോസഫ് വിഭാഗം നേതാക്കളും എല്ലാം തന്നെ ഉയർത്തുന്നത്. കാരണം കഴിഞ്ഞ തവണ CPM ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ പോലും 3.25 ലക്ഷത്തോളം വോട്ടുകൾ നേടിയ മണ്ഡലത്തിലാണ് ഇത്തവണ 2,77,000 വോട്ടുകളിലേക്ക് അല്ലെങ്കിൽ 37,000 വോട്ടുകളുടെ കുറവ് ജോസ് കെ മാണിക്ക് സംഭവിച്ചിരിക്കുന്നത്. അത് വലിയ തോതിൽ തന്നെ മാണി വിഭാഗത്തിന്റെ ഒരു ശക്തിക്ഷയമായി തന്നെയാണ് കണക്കാക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം LDFൽ കൂടുതൽ അവകാശവാദങ്ങൾക്കൊന്നുമില്ല ഉള്ള അടിസ്ഥാനമില്ല. അവകാശവാദങ്ങൾ ഒന്നും തന്നെ ഉന്നയിക്കാനുള്ള അവകാശം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. സ്വാഭാവികമായും ചില ക്യാബിനറ്റ് പദവികളുള്ള അല്ലെങ്കിൽ മറ്റു ചില സ്ഥാനങ്ങൾ നൽകാമെന്നൊരു വാഗ്ദാനം മാത്രമാണ് ഈ ഘട്ടത്തിൽ നൽകിയിരുന്നത്. എന്നാൽ അതുപോലും ഇനി മുന്നോട്ട് നൽകുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് മാണി വിഭാഗം പൂർണ്ണമായും തന്നെ ക്ഷയിച്ചിരിക്കുന്നു. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ ഒരു നേട്ടമുണ്ടാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു, കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു, UDF മുന്നണിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതിനെ LDF വിലയിരുത്തുന്നതും ഒപ്പം തന്നെ ജോസ് കെ മാണി വിലയിരുത്തുന്നതും നേരെ തിരിച്ചാണ്. അത് ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരത്തിൽ ഒപ്പം തന്നെ കേന്ദ്രത്തിൽ NDA സഖ്യത്തിന് എതിരായി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകൾ ഒരുമിച്ച് കോൺഗ്രസിനെ പിന്തുണച്ചതാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ ഒരു വിജയത്തിന് അടിസ്ഥാനം എന്ന ഒരു ന്യായീകരണമാണ് നിലവിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം പറയുന്നത് എങ്കിൽ കൂടി കൃത്യമായി അവരുടെ വോട്ടുകളിൽ വലിയ തോതിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരു പ്രകടനം മെച്ചപ്പെട്ട പ്രകടനം പിന്നീട് ഒരു ഘട്ടത്തിലും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 77-ന് ശേഷം ഇത്തരത്തിൽ നേർക്കുനേറുള്ള ഒരു ശക്തമായ പോരാട്ടം നടന്ന ഘട്ടത്തിൽ ജോസഫ് വിഭാഗത്തോട് ഇത്തരത്തിലുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഇത്തരത്തിൽ വലിയ അവകാശവാദങ്ങളിലേക്ക് കടക്കാതെ CPM നൽകുന്ന അല്ലെങ്കിൽ ഇടതുമുന്നണി നൽകാൻ തയ്യാറാകുന്ന സ്ഥാനമാനങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുക, അല്ലെങ്കിൽ UDFലേക്ക് പോവുക എന്നത് മാത്രമാണ്. സ്വാഭാവികമായും അത്തരമൊരു സാധ്യത ജോസഫ് വിഭാഗം പൂർണ്ണമായും തന്നെ തള്ളിക്കളയുകയാണ്. തങ്ങൾ നിൽക്കുന്ന ഈ മുന്നണിയിലേക്ക് മാണി വിഭാഗം കൂടി എത്തിച്ചേരാനുള്ള സാധ്യതയില്ല. അങ്ങനെ എത്തിയാൽ പോലും കാര്യമായ ഒരു പരിഗണന ഈ ഘട്ടത്തിൽ അവർക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല. കാരണം വലിയ ഒരു പരാജയത്തിന്റെ സാഹചര്യത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രം തങ്ങളുടെ മുന്നണിക്കൊപ്പം ചേരുന്ന
പാർട്ടി എന്ന അപഖ്യാതിയുമായിട്ടാണ് സ്വാഭാവികമായും അവർ ഇങ്ങോട്ടേക്ക് കയറി വരാൻ ഒരുങ്ങുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിനെയും UDF പൂർണ്ണമായും തന്നെ തള്ളിക്കളയുന്നു. അങ്ങനെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഒരു കാര്യം വ്യക്തമാക്കുന്നത്. മാണി വിഭാഗത്തിന് പഴയ ശക്തി ഒരിടത്തുമില്ല, പാലായിലും കടത്തുരുത്തിയിലും അടക്കം അതിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് എന്ന് കൃത്യമായി പറയുകയും അത് വ്യക്തമാക്കുകയും തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും പ്രതിപക്ഷത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോസ് കെ മാണി വിഭാഗത്തിന് ഇത്തരത്തിലുള്ള രൂക്ഷമായ പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങളെ നേരിട്ട് തന്നെയായിരിക്കും ഇനി മുന്നോട്ട് പോകേണ്ടി വരിക. ലക്ഷ്മി, അപ്പോൾ ഈ LDFന്റെ ഒരു അവസ്ഥ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി, ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം, സർക്കാരിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തണം എന്നൊക്കെയുള്ള രീതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു രീതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല നേതൃയോഗം 5 ദിവസം ചേരുന്നുണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയെ വിലയിരുത്താൻ വേണ്ടിയിട്ടൊക്കെ. എറണാകുളത്ത് LDFനുണ്ടായ കനത്ത തോൽവി ചരിത്രത്തിൽ നേരിട്ട് ഏറ്റവും വലിയ പരാജയം എന്നൊരു വിലയിരുത്തലുണ്ടാകുമ്പോൾ ജില്ലയിലെ മുതിർന്ന CPM നേതാക്കൾക്ക് എവിടെയാണ് പിഴച്ചത് എന്നുള്ള ഒരു ചൂണ്ടിക്കാണിക്കലുണ്ടോ? അവർക്കെതിരെ നടപടികൾക്ക് സാധ്യതയുണ്ട് എന്നാണല്ലോ നമ്മളിപ്പോൾ റിപ്പോർട്ട് സൂചിപ്പിച്ചത്. അതിനെ എങ്ങനെ നോക്കിക്കാണണം? ലക്ഷ്മി, തീർച്ചയായും സംസ്ഥാനത്താകെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഒരിടത്തൊഴികെ വലിയ പരാജയം നേരിട്ട LDFനെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെ ഇതിനെ മറികടക്കാൻ കഴിയും, അല്ലെങ്കിൽ എവിടെയാണ് വീഴ്ച എന്നത് ഒരു ആലോചനയിലാണുള്ളത്. എന്നാൽ അതിനേക്കാൾ എല്ലാം വലിയ ഒരു പരാജയം നേരിടേണ്ടി വന്ന സ്ഥലമാണ് എറണാകുളം. കാരണം എറണാകുളം എന്നും UDFന്റെ കോട്ടക്കൊത്തളങ്ങളിൽ ഒന്നാണ്. അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ് ഏത് സ്ഥാനാർത്ഥി നിന്നാലും. അത് പ്രൊഫസർ KV തോമസ് നിന്ന സമയങ്ങളിലാണെങ്കിലും കഴിഞ്ഞ തവണ ഹൈബി ഈഡൻ നിന്നപ്പോഴാണെങ്കിലും എല്ലാം തന്നെ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇവിടെ LDFനെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം അടിപതറിയിരിക്കുന്നത് ഹൈബി ഈഡന് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്ന ഭൂരിപക്ഷമായ 2.5 ലക്ഷത്തിന് അടുത്ത് പോലും തങ്ങളുടെ ആകെ വോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. 1,40,000-ലധികം വോട്ടുകൾ നേടി NDA വലിയ മുന്നേറ്റമുണ്ടാക്കുന്നു. NDAയും LDFും തമ്മിൽ വോട്ട് വ്യത്യാസത്തിൽ കാര്യമായ വ്യത്യാസങ്ങളില്ല. 60,000-70,000 വോട്ടിന്റെ വ്യത്യാസത്തിനപ്പുറം ഒരു വ്യത്യാസമില്ലാത്ത രീതിയിൽ NDA മുന്നേറ്റമുണ്ടാക്കുന്നു. LDF വളരെയധികം താഴത്തേക്ക് പോകുന്നു എന്നത് തന്നെയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു വീണ്ടും വിചാരത്തിനും കടുത്ത നടപടികളിലേക്ക് കടക്കാനും പ്രേരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ തൃപ്പൂണിത്തുറയിലടക്കം വലിയ തോൽവി നേരിട്ട ഘട്ടത്തിൽ തൃപ്പൂണിത്തുറയിലും തൃക്കാക്കരയിലും പിറവത്തും ഒപ്പം തന്നെ ഇത്തരം മണ്ഡലങ്ങളിൽ പെരുമ്പാവൂരുമെല്ലാം ഉള്ള തോൽവിയുടെ ഉത്തരവാദികളായി കണ്ടെത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയുടെ ഉത്തരവാദികളായി കണ്ടെത്തിയ അല്ലെങ്കിൽ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കാതിരിക്കുകയും പാർട്ടി പ്രവർത്തനങ്ങളിൽ കാര്യമായ വീഴ്ച വരുത്തുകയും ചെയ്തതായി കണ്ടെത്തിയ നിരവധി നേതാക്കൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കമുള്ള നേതാക്കൾക്കെതിരെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയായിരുന്നു അന്ന് നടപടിയെടുത്തിരുന്നത്. അവരെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്കായിരുന്നു അന്ന് പോയിരുന്നത്. അത് തൃക്കാക്കരയിലെയും ഒപ്പം തന്നെ തൃപ്പൂണിത്തുറയിലും എല്ലാം തോൽവികളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ നേതാക്കൾ കാര്യമായി അവിടെ പ്രവർത്തിച്ചില്ല എന്നത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാരണമായി ചൂണ്ടിക്കാണിച്ചത്. ഇവിടെയും അത്തരം ആരോപണങ്ങൾ തന്നെയാണ് ഉയരുന്നത്. ഈ നേതാക്കളുടെ വീഴ്ച, നേതാക്കൾ സജീവമായി പ്രവർത്തിക്കാത്തതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഈ തോൽവിക്ക് കാരണമെന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളവും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ളത്. കാരണം പാർട്ടി ഘടകങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ഇതായിരുന്നില്ല ഒരു തോൽവി അവസ്ഥ, അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു തോൽവി ഉണ്ടാകില്ലായിരുന്നു. തോൽവി ഉണ്ടാകുമെന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ആഘാതം കുറയ്ക്കാൻ കഴിയുമായിരുന്നു എന്ന് പാർട്ടി വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഏതെല്ലാം നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് ഈ വീഴ്ച എന്നത് തന്നെയാണ് പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് LDF സ്ഥാനാർത്ഥി KJ ഷൈൻ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ ശക്തമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇതിനപ്പുറമുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമായിരുന്നു. അവർ ചില പോസ്റ്റുകൾ അടക്കം ഫേസ്ബുക്കിൽ ഇട്ടു. അത് ആരെയും വിമർശിക്കുന്നതല്ല എന്ന് വ്യക്തമാക്കുമ്പോൾ തന്നെ കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന ഒരു പോസ്റ്റുകൾ തന്നെയായിരുന്നു വിട്ടത്. കാരണം എല്ലായിടത്തും നേതാക്കൾ കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ, അതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് പോലും KJ ഷൈൻ പറഞ്ഞിരുന്നത് പല സ്ഥലങ്ങളിലും തനിക്ക് സ്വീകരണങ്ങൾ ലഭിക്കുമ്പോൾ അവിടെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു എന്നവർ വ്യക്തമാക്കുന്നു. എന്നാൽ വോട്ട് ലഭിക്കുന്ന ഘട്ടത്തിൽ എവിടെയും അത് വോട്ടായി മാറിയിട്ടില്ല. ഈ ആൾക്കൂട്ടം എന്നും തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. ഓരോ താഴേക്കടയിലുള്ള പ്രവർത്തനം പോലും ശക്തമാണ്. ഏരിയ ബ്രാഞ്ച് തലത്തിൽ കൂടുതൽ കമ്മിറ്റികളുണ്ട്. ഓരോ സ്ഥലത്തും കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കൃത്യമായ ഓരോ വീടുകളിലും എത്തി വോട്ട്
വോട്ടുകൾ തേടാനും ഒപ്പം തന്നെ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കാനും എല്ലാം കഴിയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ തോൽവി ഉണ്ടാകുന്നു. അതേ സമയത്ത് തന്നെയാണ് NDA മറുഭാഗത്ത് വലിയ തോതിൽ തന്നെ വോട്ട് വീതം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും NDAയുടെ വോട്ട് വീതവുമായി കാര്യമായി വ്യത്യാസമില്ലാത്ത നിലയിലേക്ക് LDF പോവുകയും ചെയ്യുന്നത്. ഇത് തന്നെയാണ് അവരെ ഇത്തരത്തിൽ ഒരു കടുത്ത നടപടികളിലേക്ക് നേതാക്കൾക്കെതിരെ കടക്കാൻ പ്രേരിപ്പിക്കുന്നത്. ലക്ഷ്മി, ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.